ഇന്നത്തെ നമ്മുടെ റെസിപ്പി നോമ്പ് തുറക്കുമ്പോഴൊക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് പാലാണ്. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിന് 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഈ പാല് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് പഞ്ചസാരയാണ്. നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് കോൺഫ്ലോർ ആണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് കോൺഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ വേണം നമ്മളിതൊന്ന് കലക്കിയെടുക്കാൻ. ഇപ്പോൾ ഇതിവിടെ ഇതുപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് കുറുക്കിയെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഈ ഒരു പരുവായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഈ ഒരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ഇതുപോലെ ഒരു ബൗളിൽ ബേക്കിംഗ് പേപ്പർ വെച്ചൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ബേക്കിംഗ് പേപ്പർ ഇല്ലെങ്കിൽ അല്പം ഓയിലൊന്ന് തടവിയെടുത്താൽ മതി. അതിലേക്ക് നമുക്ക് ഈ ഒരു മിക്സിങ്ങിനൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സിങ്ങിനൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഒന്ന് ലെവലാക്കി കൊടുക്കണം. ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് കവർ ചെയ്ത് ഇത് 2 മണിക്കൂർ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പം ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. എല്ലാം നമ്മളിപ്പം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് മുട്ടയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട നമുക്ക് ഈ ഒരു ബൗളിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. മുട്ട ഇപ്പം നമ്മളിവിടെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് കറുകപ്പട്ട ഒന്ന് പൊടിച്ചതുകൂടി നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണ വേണ്ട, വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. എണ്ണ നന്നായി ചൂടായ ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ മൈദാപ്പൊടിയിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മുക്കിയെടുക്കാം. ബാക്കിയുള്ള മാവൊന്ന് കുടഞ്ഞ് കളഞ്ഞ ശേഷം നമ്മളിവിടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മുട്ടയിലേക്ക് നമുക്കിതൊന്ന് മുക്കിയെടുക്കണം. മുട്ടയിലേക്ക് ഇങ്ങനെ ഒന്ന് മുക്കിയെടുത്ത ശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇതിങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 2-3 എണ്ണം നമുക്ക് ഒരേ സമയം ഇതുപോലെ ഇങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പം തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും കോരിയെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാം നമ്മളിപ്പം ഇവിടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് എടുത്ത് നമ്മളിവിടെ പഞ്ചസാരയും കറുകപ്പട്ടയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പൊടിയിലേക്കിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. എല്ലാം നമ്മളിപ്പം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ പാല് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.